ശ്രീറാം ഫിനാൻസിനെതിരെ കൂടുതൽ പരാതികൾ ലഭിക്കുകയാണ്. കോഴിക്കോട് തിരുവള്ളൂർ സ്വദേശി ലാൽ പ്രകാശിന്റെ പേരിൽ 3 ലോണുകൾ എടുത്തു. 14 ലക്ഷത്തിലധികം രൂപയാണ് വായ്പ എടുത്തത്. ഇതിൽ 6 ലക്ഷം രൂപ തിരിച്ചടച്ചതായി കാണിക്കുന്നുണ്ട്. 2018-ൽ ലാൽ പ്രകാശ് ശ്രീറാം ഫിനാൻസിൽ നിന്നും വെഹിക്കിൾ ലോൺ എടുത്തെങ്കിലും 2020-ൽ തിരിച്ചടച്ചിരുന്നു. പിന്നീട് മറ്റു ലോണിനായി സിബിൽ സ്കോർ പരിശോധിച്ചപ്പോഴാണ് ലോണുകളുള്ള വിവരം അറിഞ്ഞത്. സാങ്കേതിക തകരാറെന്നാണ് ശ്രീറാം ഫിനാൻസിന്റെ മറുപടി. ഒരു 2018-ൽ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 20-ലേക്ക് ക്ലോസ് ചെയ്ത ലോണായിരുന്നു. ഇപ്പം ഞാൻ വേറൊരു ലോണിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എൻ്റെ സിബിൽ സ്കോർ കുറഞ്ഞതായിട്ട് കണ്ടിട്ട് പിന്നെ ഞാൻ ഈ ചെക്ക് ചെയ്യുന്നത് ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 3 ലോൺ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അതിലൊന്ന് 6 ലക്ഷം, ഒന്ന് 240, ഒന്ന് 650. അപ്പോൾ അതിൽ ചില പിന്നെ പൈസ അങ്ങ് അടച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ. അപ്പോൾ അവിടെ ബ്രാഞ്ചിൽ പോയി, വടകര ബ്രാഞ്ചിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാഴ്ചേനുള്ളിൽ ഇത് സെറ്റാക്കി ഇങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് അവർ പറയുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം തോന്നില്ല. കാരണം അവർ പറഞ്ഞെന്തോ പിന്നെ ഈ സെർവറിൻ്റെ പ്രശ്നം ഒക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഒരു വലിയ തട്ടിപ്പിന്റെ ചുരുളഴിയുകയാണ് ഇപ്പോൾ. സാങ്കേതിക പിഴവെന്ന് പറയുമ്പോൾ എത്രയിടത്തു നിന്നാണ് സമാനമായ പരാതികൾ ഉയർന്നിരിക്കുന്നത് അഭിജിത്ത്? അതേ സ്മൃതി, അതുതന്നെയാണ് പ്രശ്നം. സാങ്കേതിക പ്രശ്നമാണ്, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ് എന്നൊക്കെയുള്ള ന്യായീകരണമാണ് ശ്രീറാം ഫൈനാൻസിയേഴ്സിൽ നിന്നുണ്ടാകുന്നത്. പക്ഷെ അതിനപ്പുറം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലുകളാണ് വേണ്ടത്. നമുക്കറിയാം, 1ഉം 2ഉം പരാതികളല്ല, ആയിരക്കണക്കിന് പരാതികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഉയർന്നു വന്നതാണ്. ഇതാ ഇപ്പോൾ വടകര തിരുവള്ളൂർ സ്വദേശിയാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്, ലാൽ പ്രകാശ്. 2018-ൽ വടകരയിലെ ശ്രീറാം ഫിനാൻസിൽ നിന്ന് ഒരു വെഹിക്കിൾ ലോൺ എടുത്തിരുന്നു. പിന്നീട് 2020-ൽ അത് പൂർണ്ണമായും തിരിച്ചടക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഒരു പുതിയ ലോണിനായി മറ്റൊരിടത്ത് പോയപ്പോൾ സിബിൽ സ്കോർ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ സിബിൽ സ്കോറിൽ വലിയ ഇടിവ് ശ്രദ്ധയിൽപ്പെടുന്നത്, മറ്റൊരിടത്ത് ലോൺ എടുത്തിട്ടുണ്ട്, ശ്രീറാം ഫിനാൻസിൽ ലോൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് വിവരം ലഭിക്കുന്നത്. വാർത്തകളൊക്കെ ഈ ലാൽ പ്രകാശ് കേട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവമാണ് എന്ന് തന്നെ വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം ശ്രീറാം ഫിനാൻസിൽ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ 3 ലോണുകൾ തൻ്റെ പേരിലുണ്ട് എന്നുള്ള വിവരം ഇദ്ദേഹത്തിന്, ലാൽ പ്രകാശിന് മനസ്സിലാകുന്നത്. മൊത്തം 14,90,000 രൂപയുടെ ലോണുകളാണ് 3 ലോണുകളായി ലാൽ പ്രകാശിന്റെ പേരിലുള്ളത്. അതിലൊന്ന് 6,50,000-ൻ്റെതാണ്, മറ്റൊന്ന് 6 ലക്ഷമാണ്, മറ്റൊന്ന് 2,40,000-ആണ്. ഇതിൽ 6,54,498 രൂപ 6,54,498 രൂപ അടച്ചതായും കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള പണം തിരിച്ചടക്കേണ്ടതിന്റെ ഇനത്തിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നത് എന്നുള്ള കാര്യം ലാൽ പ്രകാശ് അവിടെ ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ സമാനമായ മറുപടി അവരിൽ നിന്നുണ്ടാകുന്നത്. അതായത് ഇതൊരു സാങ്കേതിക തകരാറാണ്, 7 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് അവരിൽ നിന്ന് ലഭിച്ചത്. ഏതായാലും അങ്ങനെ ആ 7 ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഏതായാലും ലാൽ പ്രകാശ് നടത്തുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇതിൽ കൃത്യമായി നടന്നിട്ടുള്ള സംഭവം, ഇത് വലിയൊരു തട്ടിപ്പാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സ്മൃതി. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീറാം ഫിനാൻസിനെതിരെ തൃശൂരിലും പരാതിയുണ്ട്. കൊടകര സ്വദേശി സുബീഷ് കുമാറിന്റെ പേരിൽ 2 തവണയായി 2 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. സിബിൽ പരിശോധിച്ചപ്പോൾ 4,60,000 രൂപയുടെ അധിക ലോൺ കണ്ടതോടെയാണ് വിവരം അറിഞ്ഞത്. കൊടകര ബ്രാഞ്ചിലെത്തി വിവരം ചോദിച്ചപ്പോൾ മാനേജർ ഫോണിൽ മോശമായി പെരുമാറിയെന്ന പരാതിയാണ് ഉയർന്നത്. 7 ദിവസങ്ങൾക്കകം പ്രശ്നം പരിഹരിക്കുമെന്നാണ് രേഖാമൂലം ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഞാൻ ആദ്യം 1 ലക്ഷം എടുത്തിരുന്നത് എൻ്റെ ആക്റ്റീവയ്ക്ക് വേണ്ടി എടുത്തതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അടവ് ഒരു പകുതി കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിരുന്നു, വേണമെങ്കിൽ അടുത്ത ലോൺ തരാമെന്ന് പറഞ്ഞാൽ അവരെന്നെ വിളിച്ചിരുന്നു. ഞാൻ അങ്ങനെ വീണ്ടും 1 ലക്ഷം കൂടി എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പരാതി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അന്വേഷിച്ച് വന്നിട്ട് അപ്പോഴാണ് 4,60,000 രൂപ എൻ്റെ സിബില് ആയിട്ട് വേറെ കയറി കിടക്കുന്നത് കണ്ടത്. അപ്പോൾ മാനേജർ എനിക്ക് എന്തായാലും വിളിച്ച് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ മാനേജർ എൻ്റെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതൊക്കെ അങ്ങനെ സാധാരണ നടക്കും, ഇതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോണമെന്ന് പറഞ്ഞ് നിങ്ങളിതിലൊന്നും ചാടിക്കടിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വളരെ ഏറെ എന്നെ ഷൗട്ട് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രതിഷേധിച്ചു. ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ മുകളിലുള്ള ഒരു ഓഫീസർ വന്നിട്ടാണ് ഞാൻ പോവുള്ളൂ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് സർവർ ഇഷ്യൂ ആയതുകൊണ്ടാണ്, ഇത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞു. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി. ഷാബാസ്, ഇപ്പോൾ ഈ 2 ലക്ഷം ലോൺ എടുത്തിട്ട് അത് 4.5 ലക്ഷമായി കൂടുന്ന കണക്കാണ്. അത് സാധാരണ സംഭവിക്കുന്നു എന്നുള്ള ന്യായീകരണം നേരത്തെ ഇപ്പോൾ കോഴിക്കോട് നിന്ന് കേട്ട കേസ് പോലെയല്ല. ഇവിടെ ഇപ്പോൾ അവർ മോശമായി പെരുമാറുക കൂടി ചെയ്തിരിക്കുന്നു. ഷാബാസ്, ഇപ്പോൾ ഇവിടെയും 7 ദിവസത്തെ കാലാവധിയാണോ പറഞ്ഞത്? 7 ദിവസത്തിലെല്ലാം പരിഹരിക്കാമെന്നുള്ളതാണോ? ആ ഉറപ്പ് കിട്ടിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി ഷാബാസ്?
സ്മൃതി, തീർച്ചയായും ഇവിടെ തൃശ്ശൂരിലും ഇതേപോലെ തന്നെ 7 ദിവസത്തെ ഒരു സാവകാശമാണ് ഈ ശ്രീറാം ഫിനാൻസിന്റെ അധികൃതർ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊടകര സ്വദേശിയായ സുബീഷ് കുമാറാണ് ഒരു പരാതിയുമായി എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ വാർത്തകൾ കണ്ടുകൊണ്ടാണ് സ്വന്തം ബ്രാഞ്ചിലേക്ക് എത്തിക്കൊണ്ട് സ്വന്തം ലോണിന്റെ വിവരം അറിയാനായി സുബീഷ് കുമാർ കൊടകര ശ്രീറാം ഫിനാൻസിന്റെ ബ്രാഞ്ചിലേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് തന്റെ പേരിൽ 4,60,000 രൂപയുടെ അധിക ലോൺ ഉണ്ട് എന്ന് സിബിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത്. 17 മാസം മുമ്പ് ഒരു സ്കൂട്ടർ വാങ്ങുന്നതിനായി ആദ്യം 1 ലക്ഷം രൂപ സുബീഷ് കുമാർ ലോൺ എടുത്തിരുന്നു. പിന്നീട് ആ ലോൺ കൃത്യമായി അടച്ചതിനെ തുടർന്ന് 1 ലക്ഷം രൂപ കൂടി ലോൺ നൽകാമെന്ന് ശ്രീറാം ഫിനാൻസ് അറിയിക്കുന്നു. ആ പണം കൂടി അവിടെ നിന്ന് ലോൺ എടുക്കുന്നു. അത് ഈ അടുത്താണ് എടുക്കുന്നത്. ഈ ആദ്യം എടുത്ത 1 ലക്ഷം രൂപയുടെ അടവ് ഏകദേശം പൂർത്തിയാകാറായിട്ടുണ്ട്. അതിനിടയിൽ രണ്ടാമത് 1 ലക്ഷം കൂടി എടുത്തു. ഇപ്പോൾ ഈ പരാതികൾ കണ്ടുകൊണ്ട് ബ്രാഞ്ചിലെത്തിയ ഒരു പരിശോധന നടത്തിയപ്പോഴാണ് 4,60,000 രൂപയുടെ അധിക ലോൺ തന്റെ പേരിലുണ്ട് എന്ന കാര്യം മനസ്സിലാകുന്നു. ഉടൻ തന്നെ ഈ ബ്രാഞ്ചിലെത്തി അവിടെയുള്ള ആളുകളോട് ചോദിച്ചു. പക്ഷേ കൃത്യമായ ഒരു മറുപടി ലഭിച്ചില്ല. നിരന്തരമായ ഇത്തരത്തിൽ പല പരാതികൾ വരുന്നുണ്ട് എന്നൊരു മറുപടിയാണ് ബ്രാഞ്ചിലെ ജീവനക്കാരൻ നൽകിയത്. അതിന് പിന്നാലെയാണ് ഈ മാനേജറെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. അപ്പോഴും തന്നോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പിന്നീട് കൂടുതൽ പരാതി നൽകിക്കൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നതോടെയാണ് റീജിയണൽ മാനേജർ അടക്കം അവിടെ എത്തി ഈ സുബീഷ് കുമാറിനെ ബന്ധപ്പെടുകയും ഒരു ഉറപ്പ് നൽകുകയും ചെയ്തത്. ഇതൊരു സെർവർ തകരാറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ് ഈ മാനേജർ സുബീഷിനോട് പറഞ്ഞിരിക്കുന്നത്. 7 ദിവസത്തിനകം ശരിയാക്കി തരാമെന്നൊരു ഉറപ്പ് രേഖാമൂലം സുബീഷിന് നൽകിയിട്ടുമുണ്ട്. നമ്മൾ റീജിയണൽ മാനേജറോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ 230ഓളം പരാതികളാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിനിടയ്ക്ക് ലഭിച്ചത് എന്നാണ്. അവർ ഇക്കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വിശദീകരണം അതൊരു സെർവർ തകരാറാണ് എന്നും എല്ലാവരുടെയും പ്രശ്നം 7 ദിവസത്തിനകം തന്നെ പരിഹരിക്കുമെന്നാണ്. പക്ഷേ എന്തായാലും ഒരു അസാധാരണ സംഭവമാണ്. 2 ലക്ഷം രൂപ ലോൺ എടുത്ത ആളുടെ സിബിലിൽ പെട്ടെന്ന് ഒരു 4,60,000 രൂപ കൂടി അധികം കാണിക്കുമ്പോൾ ആരായാലും പെട്ടെന്ന് ഞെട്ടിപ്പോകുമെന്ന കാര്യം ഉറപ്പാണ്. സ്മൃതി, ശരി. ഷാബാസ് അഹമ്മദാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കി അടിമാലിയിലെ ശ്രീറാം ഫിനാൻസിനെതിരായ 70 പേരുടെ പരാതികൾ പരിഹരിച്ചു എന്നാണ് കമ്പനി ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ലോൺ വിവരങ്ങൾ അവരുടെ അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്തുവെന്നും 15 ദിവസത്തിനകം മുഴുവൻ പരാതികളും പരിഹരിക്കുമെന്നും കമ്പനി വിശദീകരണം നൽകിയിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ തകരാറെന്ന നിഗമനത്തിൽ പരാതികളിൽ കേസ് എടുക്കില്ല എന്ന് അടിമാലി പോലീസ് വ്യക്തമാക്കി. മുരിക്കാശ്ശേരി, നെടുങ്കണ്ടം ബ്രാഞ്ചുകളിലെ ഉപഭോക്താക്കൾ പരാതികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, ഇടുക്കിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ 70 പേരുടെ പരാതി അത് ഉടൻ പരിഹരിക്കാമെന്നുള്ള ഉറപ്പിൽ പോലീസ് കാത്തു നിൽക്കുന്നതെന്നാണോ? ഈ ഉപഭോക്താക്കളും ഈ കാത്തിരിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ അവർ പറയുന്നത്? രാഹുൽ, സ്മൃതി, ശ്രീറാം ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഇടുക്കി അടിമാലിയിൽ ബ്രാഞ്ചിൽ നിന്നുമാണ് ഏറ്റവും ആദ്യം പരാതികൾ വരുന്നത്. ഇന്നലെ തന്നെ അടിമാലി സ്വദേശി 4 ലക്ഷം രൂപയാണ് അവിടുന്ന് ലോൺ എടുത്തിരുന്നത്. അതിൽ 2 ലക്ഷം രൂപ തിരികെ അടച്ചു. ആ 2 ലക്ഷം രൂപ തിരികെ അടയ്ക്കാനുള്ള വ്യക്തിയുടെ പേരിൽ 12,50,000 രൂപയാണ് തിരികെ അടയ്ക്കാനായി ഉള്ളത്. അതായത് ആ ഉപഭോക്താവ് അറിയാതെ 10,50,000 രൂപ ഈ ശ്രീറാം ഫിനാൻസ് എടുത്തു എന്നതാണ് ഒരു പരാതിയിൽ കാണുന്നത്. മറ്റൊരാളിന് അറിയാതെ 3 ലോണുകൾ കൂടി ശ്രീറാം ഫിനാൻസ് എടുത്തു എന്നതാണ് മറ്റൊരാളുടെ പരാതിയിൽ പറയുന്നത്. ഇങ്ങനെ നിരവധി പരാതികളാണ് അടിമാലി ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തു വന്നത്. അതുകൂടാതെ ഇന്നിപ്പോൾ നെടുങ്കണ്ടം, മുരിക്കാശ്ശേരി ബ്രാഞ്ചുകളിൽ നിന്നും നിരവധി ആളുകൾ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ 15 ദിവസത്തെ കാലതാമസമാണ്, 15 ദിവസത്തെ സാവകാശമാണ് ഈ കമ്പനി അധികൃതർ ആവശ്യപ്പെടുന്നത്. ഇന്നലെ തന്നെ 70 പരാതികൾ പരിഹരിച്ചു എന്നാണ് ശ്രീറാം ഫിനാൻസിന്റെ കൊച്ചി മേഖലയുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് ലഭിക്കുന്ന വിവരം. അതായത് അടിമാലിയിലെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് ശ്രീറാം ഫിനാൻസ് ലഭിച്ച 70 പരാതികൾ ഇന്നലെ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഈ ആളുകളുടെ അക്കൗണ്ടിൽ നിന്നും ഈ ലോണിന്റെ വിവരങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു എന്നതാണ് പറയുന്നത്. ബാക്കിയുള്ള പരാതികൾ കൂടി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എറണാകുളത്തും വയനാട്ടിലും അടക്കം നമ്മൾ കണ്ടതുപോലെ തന്നെ സർവർ തകരാറ് തന്നെയാണ് ഇവിടുത്തെയും പ്രശ്നങ്ങൾക്ക് കാരണം. 2 വിഭാഗങ്ങൾ മെർജ് ചെയ്തപ്പോഴുണ്ടായ പ്രശ്നമാണ് ഇത്തരത്തിൽ അധിക ലോണുകൾ ആളുകളുടെ അക്കൗണ്ടിൽ കാണിക്കാൻ ഇടയായതെന്ന വിശദീകരണമാണ് ശ്രീറാം ഫിനാൻസ് ഇപ്പോഴും പറയുകയും ചെയ്യുന്നത്. അതേസമയം ആളുകൾക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. പരാതികൾ വരുമ്പോൾ ഒരിടത്തും ഇപ്പോൾ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പരിഹരിക്കാം ഇത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ള ഉറപ്പ് ഇപ്പോൾ ഉപഭോക്താക്കളും വിശ്വസിക്കുകയാണ്. ആ ദിവസത്തിന് ശേഷം നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിനകം പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ നിലവിൽ ശ്രീറാം ഫിനാൻസ് നൽകുന്നത്.